ഒരു പടി കൂടി കടന്നിട്ട് പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത് അതാണ്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു വഇൻ തൽവു ഔ തുഅരിദു. വളരെ കൃത്യമായിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 135-ാമത്തെ വചനം, ഇതാണ് നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ചത്. ഈ വചനത്തിൽ കുറച്ചുകൂടി കടന്ന അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ശുഹദാ ലില്ലാഹ്, അല്ലാഹുവിന് സാക്ഷിയായിക്കൊണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അല്ലാഹുവിന് സാക്ഷിയായിക്കൊണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? വലൗ അലാ അൻഫുസികും, കൈകാര്യം ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും, അബിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വൽ അഖ്റബീൻ, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിലും, അബിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഇനിയാകട്ടെ ഇയകുൻ ഗനിയൻ ഔ ഫഖീറൻ, സംസാരിക്കുന്ന വിഷയത്തിലെ കക്ഷികൾ ദരിദ്രനാകട്ടെ ധനികനാകട്ടെ, ഇവരോടെല്ലാം നിങ്ങളെക്കാൾ കൂടുതൽ ഗുണകാംക്ഷയുള്ളത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് വൈൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടാൽ, അഥവാ നിങ്ങൾ അതിനെ വളച്ചൊടിച്ചാൽ, അതല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്താൽ, ആ വിഷയത്തിൽ നിന്ന് തന്ത്രപൂർവ്വം വ്യതിചലിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അറിയണം, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹ് നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത്.